ദ ജേർണലിസ്റ്റിലേക്ക് സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന പശ്ചിമേഷ്യയെ അതീവ ദുരന്തത്തിലേക്കും ആശങ്കയിലേക്കും ഭീതിയിലേക്കും തള്ളിവിടുന്ന വിധത്തിൽ ഇത്ര തിരക്കിട്ട് ഒരു യുദ്ധം എന്തിനായിരുന്നു എന്ന ചോദ്യം ലോകം മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും നിരന്തരം ചോദിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇറാന്റെ ആയുധ ശേഖരവും ആണവ പരീക്ഷണവും ഒരു വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായത്തോടെ ഇറാനിൽ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയത് എന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് തന്നെ പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. ഇറാൻ പശ്ചിമേഷ്യയിലെ ഒരു ഗുണ്ടയാണ്, അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഇറാൻ വലിയ ഭീഷണിയാണ്. ആ ഭീഷണിയൊക്കെ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്, അതായത് മറ്റുള്ളവർക്കൊക്കെ വലിയ നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് കഴിഞ്ഞ ദിവസം പോലും ട്രംപ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന രക്ഷകനാണ് ഞാനെന്നും ഹോർമുസ് കടലിടുക്ക് ട്രംപ് കടലിടുക്കായി മാറുമെന്നുമൊക്കെ ട്രംപ് ആവേശത്തോടു കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ പൊതുവിൽ ഇവരൊക്കെ പറയുന്നത് ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങൾ, ആക്സിസ് ഓഫ് ഈവിൾ, തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ആകട്ടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നാണ് അവരുടെ ആ സെറ്റപ്പിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ലോകത്തിന് മുഴുവൻ വലിയ തിന്മ ചെയ്യുന്ന ഇറാനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ അപകടത്തിലാക്കുന്ന, പശ്ചിമേഷ്യയ്ക്ക് വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ സർവ്വ തിന്മകളും ഇല്ലാതാക്കി പശ്ചിമേഷ്യയ്ക്കും ലോകത്തിനും നന്മ കൊടുക്കുക എന്നതൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ ഇവരുടെയൊക്കെ തനി സ്വഭാവം എന്താണ് എന്ന് ലോകം മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം എന്നതിന് ഏറ്റവും ഒടുവിൽ തോറ്റു തൊപ്പിയിട്ട് മുട്ടിലെഴിഞ്ഞിരിക്കുമ്പോൾ ട്രംപ് സത്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇറാന്റെ എണ്ണയിലാണ് ഞങ്ങളുടെ കണ്ണ് എന്ന്. അതായത് ഇറാന്റെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഖാർഗ് ദ്വീപ് അതിനുവേണ്ടി ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ, പശ്ചിമേഷ്യയുടെ നന്മയ്ക്ക് വേണ്ടിയാണോ, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണോ ട്രംപ് ഈ യുദ്ധം മുഴുവൻ ചെയ്തത്? അല്ല. ഇപ്പോഴാണ് പൂച്ച് പുറത്തു വന്നത്. എണ്ണ കേന്ദ്രങ്ങൾ സ്വന്തമാക്കി പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അത് വിറ്റ് കാശാക്കി പുട്ടടിക്കുക എന്ന സാമ്രാജ്യത്വ അധിനിവേശ അജണ്ട തന്നെയാണ് ഇറാന് നേരെയുള്ള ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഒടുവിൽ ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ പലരും ഈ യുദ്ധത്തെ അനുകൂലിക്കുകയോ അമേരിക്കയും ഇസ്രായേലും പറയുന്ന ഇറാന്റെ ഭീകരവാദ കഥകൾ തൊണ്ട തൊടാതെ വിഴുങ്ങി അവർക്ക് കൈയടിക്കുകയോ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങളുടെ, അവിടുത്തെ ഭരണകൂടത്തിന്റെ മതം പറഞ്ഞ് ആ മതത്തിലുള്ളവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന തീവ്ര വർഗീയ ദുശ്ചിന്ത തലയിൽ കുത്തിവെച്ച് നടക്കുന്ന പലരും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അയ്യോ ലോകത്തിന് നന്മ ചെയ്യുന്ന മഹാമേരുക്കൾ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നുണ്ടാകും. നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഫോട്ടോ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നുണ്ടാകും. തീവ്രവാദത്തിനെതിരെ ഇടപെടുന്ന വൻ ശക്തികളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടോ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് അല്പം വൈകിയാണെങ്കിലും തോറ്റമ്പി നിൽക്കുന്ന ഘട്ടത്തിലെങ്കിലും പുറത്തു വന്നത് കണ്ടോ? ട്രംപ് പറയാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കേന്ദ്രങ്ങൾ അതാണ് എൻ്റെ ലക്ഷ്യം, അത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും, അതിനുവേണ്ടി ഖാർഗ് ദ്വീപ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ഇനി എന്ത് ന്യായീകരണമാണ് ഈ യുദ്ധത്തിനുള്ളത്? മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറി, മറ്റൊരു രാജ്യത്തിന്റെ സമ്പത്തിൽ കടന്നുകയറി ആ സമ്പത്ത് സ്വന്തമാക്കുക എന്ന കുടില ലാഭതന്ത്രം, വ്യാവസായിക താല്പര്യം മാത്രമാണ് ഈ യുദ്ധത്തിന് പിന്നിൽ ഉള്ളത് എന്ന് ലോകമേ മനസ്സിലാക്കുക. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കുക. വെനസ്വലയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്തായിരുന്നു ട്രംപ് പറഞ്ഞ ന്യായം? അവിടെ വെനസ്വല അത് ലഹരി മരുന്നിന്റെ കേന്ദ്രമാണ്. അമേരിക്കയിലെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ വെനസ്വലയിൽ നിന്ന് വലിയ തോതിൽ മയക്കുമരുന്ന് കയറ്റുമതി നടക്കുന്നുണ്ട്. അതിനെതിരെ പലതവണ ഞങ്ങൾ വാണിംഗ് നൽകിയിട്ടും അവർ കേട്ടില്ല. അതുകൊണ്ട് ആ ഭരണകൂടത്തെ ഞങ്ങൾ അസ്ഥിരമാക്കി അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചെടുത്ത് ആ നാട്ടിലെ ജനങ്ങളെ നന്നാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം എന്താ സംഭവിച്ചേ?
വെനസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ചൈന ഞങ്ങളുമായി കരാറിൽ ഏർപ്പെടണമെന്ന് ട്രംപ് പറഞ്ഞു. അതായത് വെനസ്വലയുടെ എണ്ണ ശേഖരം മുഴുവൻ കൈവശപ്പെടുത്തി അത് കച്ചവടം ചെയ്യുകയായിരുന്നു പിന്നെ ട്രംപ് ചെയ്തത്. അതിനുശേഷം വെനസ്വലയിലെ ഈ പറയുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ അവരുടെ നന്മയെക്കുറിച്ചോ എന്തെങ്കിലും ട്രംപ് പറഞ്ഞിട്ടുണ്ടോ? ഇത് തന്നെയാണ് പശ്ചിമേഷ്യയിൽ മുഴുവനായി ട്രംപ് ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത് കാലാകാലങ്ങളായിട്ട്. ഇവിടുത്തെ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക, ഇവിടുത്തെ ഭരണാധികാരികളെ തമ്മിലടിപ്പിക്കുക. പണ്ട് ഇറാഖിനെ ഉപയോഗിച്ച് ഇറാനിലേക്ക് വലിയൊരു അധിനിവേശം, ഒരു യുദ്ധം 8 വർഷക്കാലത്തോളം നടത്തിയിരുന്നു. അത് സ്പോൺസർ ചെയ്തത് ആരാണ്? കുവൈറ്റ് വാറിന് പിന്നിൽ എന്തായിരുന്നു? സൗദിയും ഇറാനും തമ്മിലുള്ള ആക്രമണത്തിന് പിന്നിൽ എന്തായിരുന്നു? അഫ്ഗാനിലേക്ക് നടന്നത് എന്തായിരുന്നു? പല പല കാരണങ്ങൾ പറയും. ഭീകരവാദം എന്ന് പറയും, തീവ്രവാദം എന്ന് പറയും, ആണവശേഷി എന്ന് പറയും, വലിയ പ്രശ്നമാണെന്ന് പറയും, അത് പറയും, ഇത് പറയും. എന്നിട്ട് അവസാനം പശ്ചിമേഷ്യയെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചിട്ട് സമാധാന ദൂതനായി വന്ന് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ആശാനങ്ങ് ഏറ്റെടുക്കും. ഇതാണ് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന നിലയിലേക്കാണ് ട്രംപിൻ്റെ ഏറ്റവും നിർണായകമായി വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കരയുദ്ധം ഉടൻ തുടങ്ങുകയും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ട്രംപ് പറയുമ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ ഇറാൻ അതിശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എണ്ണയല്ല, എന്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയും സൈന്യത്തെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എല്ലാത്തിനെയും പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവിന് തിന്നാൻ കൊടുക്കുമെന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഇറാന്റെ IRGCയുടെ സൈനിക വക്താവ് ഇബ്രാഹിം സോസുഖാരിയാണ് ഇത്തരത്തിൽ വ്യക്തമായ മറുപടി ട്രംപിന് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ തട്ടിക്കളയും എന്നു തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു ട്രംപ് ഒരു എണ്ണക്കള്ളനായി അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ലോക സമാധാനമോ പശ്ചിമേഷ്യയുടെ സുരക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ സംരക്ഷണമോ അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങളുടെ സുരക്ഷയോ അവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനം ഒന്നുമല്ല. ഇവിടെ കുറേ സംഘമിത്രങ്ങൾ പാടി പുകഴ്ത്തി നടക്കുന്നുണ്ടായിരുന്നു. ട്രംപ് ഇറാനെ ആക്രമിച്ചത് അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉദ്ധരിക്കാനാണെന്ന്. ഒരു മണ്ണാങ്കട്ടയുമല്ല എന്ന് സംഘികളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ചില സംഘികളുടെ യൂട്യൂബ് ചാനലിലൊക്കെ ട്രംപ് വലിയ നേതാവാണെന്ന് പറഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പോലും ട്രംപ് ഈ കണ്ട യുദ്ധമൊക്കെ ചെയ്യുന്നത്. 10 പൈസയുടെ വിവരമില്ലാത്ത വർഗീയ വിഷജന്തുക്കളുടെ ജൽപ്പനങ്ങൾ, ഇമാതിരി ജൽപ്പനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് ട്രംപ് ഈ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഈ അഭിമുഖത്തിലൂടെ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ എന്താണ് ചെയ്യേണ്ടത്? തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എണ്ണ ശേഖരം, അല്ലെങ്കിൽ ലോകത്ത് തന്നെ എണ്ണപ്പാടങ്ങളിൽ അല്ലെങ്കിൽ എണ്ണ ശേഖരത്തിൽ 2ാം സ്ഥാനത്താണ് ഇറാനുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു ശേഖരം ഒരു പാശ്ചാത്യ ശക്തിക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ ഇറാന്റെ ഭരണകൂടം കൂട്ടുനിൽക്കണമെന്നതാണോ ഇവിടെ ശരി എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിക്കുക. ഇപ്പോൾ ഇറാൻ തന്നെ പറയുന്നത് നോക്കുക, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കരയുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ, അതായത് ഏതെങ്കിലും ഒരു കരയുദ്ധത്തിലേക്ക് നിങ്ങൾ കടന്നാൽ എല്ലാവരെയും കൊന്നുകളയും, എല്ലാവരെയും സ്രാവിന് ഭക്ഷണമാക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. കാരണം 10 ലക്ഷത്തോളം സൈനികർ ഇറാന് വേണ്ടി നിൽക്കുകയാണ്. അപ്പുറത്ത് ഏറിപ്പോയാൽ ഒരു 50,000 സൈനികരുണ്ടാവും. ഇപ്പോൾ ആകെ 3500 മെറീനുകളെയാണ് ആകെ അമേരിക്ക അയച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലേക്ക്. USS ട്രിപ്പോളി, USS ജോർജ് ബുഷ്, അത് വരും ഇത് വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വലിയ കപ്പലും അതുപോലെ USS ജെറാൾഡ് ഫോർഡ് എന്ന കപ്പലും അപ്രത്യക്ഷമായി. പണ്ട് ഒരു മാസം മുമ്പ് ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ കപ്പലുകളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇറാൻ പിടിച്ചെടുക്കും, ഹോർമുസ് ഞങ്ങളുടേതാക്കും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും ഹോർമുസ് കടലിൽ 7 അയലത്തേക്ക് എത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ഘട്ടത്തിൽ അമേരിക്ക പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിലൂടെ ഈ എണ്ണക്കപ്പലുകൾ പോകുന്നതിന് അമേരിക്കയുടെ പടക്കപ്പലുകൾ സംരക്ഷണം കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ കപ്പലുകൾ എവിടെ? അതൊന്നും കാണാൻ പോലുമില്ല. അപ്പോൾ വലിയ തോതിലുള്ള വാദങ്ങൾ, വീരവാദങ്ങൾ അടിച്ചിറക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ ട്രംപ് ഒരു വലിയ പരാജയമാണ്. നാറ്റോ സഖ്യത്തെ കൊണ്ട് ഹോർമുസിലേക്ക് പോകുമെന്ന് പറഞ്ഞു, ഇതുവരെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാൻ കഴിയാതെ 10-200 എണ്ണക്കപ്പലുകൾ കിടപ്പുണ്ട്. അവയുടെ അവസ്ഥയെക്കുറിച്ച് ട്രംപ് തിരിഞ്ഞു നോക്കുന്നില്ല. IRGCയെ ഞങ്ങൾ നിലംപരിശാക്കും, ഇനിയും ഒരുപാട് ആക്രമണങ്ങൾ നടക്കും, ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കും, ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും, ഇതൊക്കെ ട്രംപിൻ്റെ അജണ്ടയിലുണ്ട്. ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു തരത്തിലും നടപ്പാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനിടയിൽ ട്രംപ് തന്നെ പറഞ്ഞു, ഇറാന്റെ പരമോന്നത നേതാവാൻ തന്നെ ക്ഷണിച്ചിരുന്നു ഇറാൻ, താനത് വേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ പറയുന്നു ഇറാൻ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നുണ്ട്, പാകിസ്ഥാൻ വഴിയുള്ള ചർച്ചകളൊക്കെ വിജയകരമാകുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ വിജയകരമാകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആക്രമണം നടത്തുന്നത്? ഒത്തുതീർപ്പാക്കിയാൽ പോരെ. അപ്പം അതിൻ്റെ അർത്ഥം
എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ട്രംപ്. പക്ഷെ അതേസമയം നോക്കുക, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണങ്ങൾ ശക്തമാകുമ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ആക്രമണം നടത്തുന്നു. അവിടെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അവിടെ രാസചോർച്ചയുണ്ടായതായി, ചില കെമിക്കൽ ഫാക്ടറികളിലേക്ക് നടന്ന ആക്രമണങ്ങളിൽ രാസചോർച്ചയുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിൻ്റെ വലിയൊരു ഭാഗം ഛന്നം ഭിന്നമായി ചാരമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഒരുപാട് ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ഇറാന് മാത്രമല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അമേരിക്കയ്ക്കും വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയാൻ ഇതുവരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം 3-4 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഈ യുദ്ധം വൈൻഡപ്പ് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്നാണ്. തൊട്ടു പിന്നാലെ 3 നഗരങ്ങളാണ് നിന്ന് കത്തിയത് ഇസ്രായേലിൽ. അതുപോലെ തന്നെ അമേരിക്ക വെല്ലുവിളിക്കുന്നു. അമേരിക്ക പറയുന്നു, ഞങ്ങൾ ഏറെക്കുറെ യുദ്ധം വിജയിച്ചു, മിസൈൽ ലോഞ്ച് പാഡുകളൊക്കെ ഞങ്ങൾ തകർത്തു, ആയുധപ്പുരകൾ തകർത്തു, ഇനി അധികം പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത നിമിഷം ഇറാനിൽ നിന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അതായത് 13ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. അമേരിക്കയുടെ നിരീക്ഷണ വിമാനങ്ങൾ, ഒരു കരയുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് മുന്നിൽ പോകേണ്ട ബോയിങ്ങിൻ്റെ വലിയ നിരീക്ഷണ വിമാനങ്ങൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. സൈനിക താവളങ്ങളിലെ വിമാനങ്ങളുടെ കൂട്ടം തകർന്നു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ എന്തൊക്കെ ഇറാനെ ദുർബലപ്പെടുത്താൻ അമേരിക്കയും ഇസ്രായേലും പറയുന്നു, ഓൺ ദ സ്പോട്ടിൽ അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് സകലതും ചാരമാക്കി ഇറാൻ മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ, ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ യുദ്ധം പിടിച്ചു നിർത്താൻ കഴിയാതെ അമേരിക്കയും ഇസ്രായേലും പാടുപെടുകയാണ്. അപ്പോൾ ഇറാൻ്റെ തീക്കളി എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയാണ്. അത് കൈവിട്ട കളിയിലേക്കാണ് ഇറാൻ പോകുന്നത്. എന്ത് വന്നാലും ഒരു കുഴപ്പവുമില്ല, ശത്രുവിനെ പരമാവധി പ്രഹരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന്മേൽ സംഹാര രൂപത്തിലേക്ക് ഇറാൻ വരുന്നു. സകല ഇടങ്ങളും അടിച്ച് നിരപ്പാക്കുന്നു. ഇനിയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. പഴയ ആയുധങ്ങളാണ് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത്, പുതിയ ആയുധങ്ങളിലേക്ക് വരുന്നേയുള്ളൂ എന്നൊക്കെയാണ് ഇറാൻ്റെ പുതിയ പ്രസ്താവന. ഇതൊക്കെ ഈ യുദ്ധം അതിരൂക്ഷമാക്കും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകും എന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. എന്ന് മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത്, ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുന്നു. ഏഷ്യയിൽ ഓഹരി വിപണി കൂപ്പുകുത്തുന്നു. വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്നു. വലിയ മാന്ദ്യം, പട്ടിണി, വിലക്കയറ്റം, ക്ഷാമം, അങ്ങനെ പലതും വരാൻ പോകുന്നു എന്ന ഭീതിജനകമായ സൂചനകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നത്തിലേക്ക് ലോകം പോവുകയാണ്. ഇസ്രായേലും അമേരിക്കയും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തുടങ്ങിവെച്ച യുദ്ധം ലോകത്തിൻ്റെ മുഴുവൻ നടുവൊടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അധികമാകില്ല.